ഇന്നലെ വൈകുന്നേരം മുതൽ അമേരിക്ക ആരംഭിച്ച നാവിക ഉപരോധം മറികടന്നുകൊണ്ട് ഒരു ചൈനയുടെ എണ്ണ ടാങ്കർ ഹോർമുസിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആദ്യം പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഈ എണ്ണ ടാങ്കർ റിച്ച് സ്റ്റാറി എന്ന് പറയുന്ന ഈ ഇടത്തരം കപ്പൽ ആണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലേക്ക് കടന്നിരിക്കുന്നത്. അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഹോർമുസിലേക്ക് വരുന്ന, പ്രത്യേകിച്ച് ഇറാന്റെ തുറമുഖത്തേക്ക് വരുന്ന എല്ലാ കപ്പലുകളും തങ്ങൾ തടയുമെന്ന് പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് തടഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഈ കപ്പൽ ഇപ്പോൾ ഹോർമുസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മറൈൻ ട്രാഫിക് ഡാറ്റ ഉദ്ധരിച്ചുകൊണ്ടാണ് റോയിട്ടേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഇടത്തരം എണ്ണ ടാങ്കറാണ്. ഷാങ്ഹായ് ഷുവാൻഡൻ ഷിപ്പിംഗ് കമ്പനിയുടേതാണ് ഈ എണ്ണ ടാങ്കർ. ഫുൾ സ്റ്റാർ ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു എണ്ണ ടാങ്കറാണിത്. അതുകൊണ്ട് തന്നെ ഇനി എന്താ എന്നൊരു ചോദ്യം വലുതായി ഉയരുന്നു. കാരണം ഈ ഉപരോധം പ്രഖ്യാപിച്ച് ആദ്യമായി ഉപരോധത്തെ മറികടന്ന് എത്തുന്നത് ചൈനയാണ്. ചൈന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഉപരോധം മറികടന്ന് ചൈന എത്തുമ്പോൾ അത് ചൈന അമേരിക്ക സംഘർഷത്തിലേക്ക് വഴിമാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ചൈനയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്ന രാജ്യം ഇറാനാണ്. 40% അവരുടെ ഊർജ്ജ പ്രതിസന്ധിയുടെ പരിഹാരം കാണുന്നതും ഇറാനാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയാണ് അവർക്ക് 30% LPG അടക്കമുള്ളവ അവരുടെ രാജ്യത്തേക്ക് എത്തിക്കുന്നതും. അത് തടയാനുള്ള ഒരു ശ്രമം അനുവദിക്കില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം ചൈനീസ് അധികാരികൾ പറയുകയുണ്ടായി. ഏതായാലും ചൈനയുടെ ഒരു ടാങ്കർ ഹോർമുസ് കടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വലിയ വാർത്ത തന്നെയാണ്. ഈ അമേരിക്ക സർവ്വസന്നാഹങ്ങളും ഒരുക്കി ഒരു വലിയ ഉപരോധം സൃഷ്ടിക്കുമ്പോഴാണ് ഈ കപ്പൽ ഇറാന്റെ തുറമുഖത്ത് നിന്ന് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.